ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 23 എപ്പിസോഡാണ്. ഈ ഡ്രാമ സ്റ്റാർട്ടാകുമ്പോൾ ഡുവാനെ കാണാനായി യങ്ങിൻ്റെ കൂടെ സംശയം വന്നതായിരുന്നു. അങ്ങനെ ഡുവാനെ അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അതേസമയം യങ്ങിനോട് വഴക്കുണ്ടാക്കുന്ന ഇടയിലാണ് ഡുവാൻ വന്ന് വേഗം ഒരു സർപ്രൈസ് എല്ലാമായി സംശിക്ക് കൊടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഡുവാനെ കാണുന്നതും സംശി നെട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നുണ്ട്, വേഗം എല്ലാവരും കാറിലേക്ക് കയറി, സമയമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ ബാക്കിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചിടുവാൻ നീ എൻ്റെ കൂടെ ഇരിക്കുമെന്ന്, പക്ഷെ നീ ഇപ്പോൾ സംശിയുടെ കൂടെയാണല്ലേ ഇരുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, നീ അല്ലല്ലോ എൻ്റെ ഗേൾ ഫ്രണ്ട്, സംശിയല്ലേ, അപ്പോൾ സംശിയുടെ കൂടെയല്ലേ ഞാൻ ഇരിക്കേണ്ടത് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഡുവാൻ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ ഒന്നും തന്നെ അവിടെ ഇരുന്ന് ചെയ്യണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായി വരുന്നുണ്ട്. ഡുവാൻ്റെ പഴയ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അങ്ങനെ അതിനിടെ ഇവർ രണ്ടുപേരും കൈ പിടിച്ചെല്ലാം വരുന്നത് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതെന്താ സംഭവമെന്ന്. അപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെല്ലാം പറയുമ്പോൾ അവരെല്ലാവരും നെട്ടുന്നുണ്ട്. പിന്നെ യങ്ങിൻ്റെ സിസ്റ്ററുമാണല്ലോ, ആ കാര്യത്തിൽ അവർക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമെല്ലാം തോന്നുന്നുണ്ട്. അതിനിടയിൽ ഡുവാൻ പറയുന്നുണ്ട്, എനിക്ക് ആദ്യമേ ഇവളെ ഇഷ്ടമായിരുന്നു, പിന്നെ ഞാൻ ഇവൾക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച തുറന്നു പറയാത്ത എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡുവാൻ നേരെ സംശിയെ കൊണ്ടാക്കാനായി സംശിയുടെ വീടിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് സംശിയെ കിസ്സെല്ലാം ചെയ്ത് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ സംശി നേരെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. വീട്ടിലേക്ക് കയറി വരുന്നത് അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത്ര ലേറ്റ് ആയത്? അപ്പോൾ സംശി പറയുന്നുണ്ട്, ഞാൻ എന്നെ യങ്ങ് ഇതുവരെ വിളിക്കാൻ വന്നില്ല, അത് കാരണമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നേരെ സംശി റൂമിലേക്ക് കയറി പോകുന്നതും അമ്മ ബാക്കിൽ വന്ന് അമ്മ ചോദിക്കുന്നുണ്ട്, ഓ നിന്റെ ബോയ് ഫ്രണ്ട് ഡുവാനാണ്, നീ ഡുവാനെയാണല്ലേ ഡേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന സംശി അല്പം ഒന്ന് നെട്ടുന്നുണ്ടെങ്കിലും സംശി അതേ എന്നെല്ലാം അമ്മയോട് പറയുന്നുണ്ട്. അമ്മ സംശിയോട് പറയുന്നുണ്ട്, അവൻ നിന്റെ ചേട്ടൻ്റെ ഫ്രണ്ടല്ലേ, അവനും നീയും തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ആണ് ഉള്ളത്. അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ സംശി പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേരുടെയും ഇടയിൽ നല്ലൊരു സ്നേഹമുണ്ട് അമ്മ എന്നെല്ലാം പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, ഞാനിപ്പോൾ നിന്നോടൊന്നും പറയുന്നില്ല, നമുക്ക് പിന്നെ അതെല്ലാം സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നേരെ സംശിയും ഡുവാനും മീറ്റ് ചെയ്യുന്നുണ്ട്. സംശി നടന്ന കാര്യമെല്ലാം ഡുവാനോട് പറയുന്നുണ്ട്. അപ്പോൾ ഡുവാൻ ഒരു ചിരിയോടെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ, ഞാൻ നിന്റെ വീട്ടിലേക്ക് നാളെ തന്നെ വരാം, എന്നിട്ട് നിന്റെ അച്ഛനോടും അമ്മയോടും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞ് അവർ സന്തോഷത്തോടെ ആ ടൈമെല്ലാം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നേരെ ഡുവാൻ സംശിയുടെ അച്ഛനെ കാണാനായി വരുന്നുണ്ട്. സംശിയുടെ അച്ഛനാണെങ്കിൽ അവനെ കണ്ടതും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നീ ഇനി കാര്യങ്ങളൊന്നും പറയണ്ട, എന്നോട് സംശി എല്ലാം പറഞ്ഞിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാം, എന്ത് പറഞ്ഞാലും നീയും സംശിയും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് എന്നെല്ലാം പറഞ്ഞാണ് സംശിയുടെ അച്ഛൻ തുടങ്ങുന്നത്. സംശിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതുമല്ല അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും നിന്റെ ഫാമിലി ഇപ്പോഴും ആ പ്രശ്നത്തിലില്ലേ, നിന്റെ അച്ഛൻ ഇപ്പോഴും സുഖമില്ല, നിന്റെ അച്ഛൻ കൊന്ന ആളാണെങ്കിൽ വളരെ പ്രശ്നത്തിലുമല്ലേ നിങ്ങളായിട്ട്, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുന്ന ഡുവാനാണെങ്കിൽ അല്പം സങ്കടമെല്ലാം തോന്നുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോളെ കാര്യത്തിൽ നല്ല കൺസേൺ ഉണ്ട്, അത് കാരണം എനിക്കൊരു നല്ല കുടുംബത്തിലേക്ക് അവളെ അയക്കണമെന്നാണ് ആഗ്രഹം. നിങ്ങൾക്ക് അത്ര വലിയ പേര് കേട്ട കുടുംബമൊന്നുമല്ല, കാരണം നിൻ്റെ അച്ഛനാ അവരെ കൊന്നതിൽ എന്നെല്ലാം പറയുന്നുണ്ട്. ഡുവാനായി സംസാരിക്കുമ്പോൾ സംശി പുറത്തായിരുന്നു. അങ്ങനെ സംശി നേരെ വീട്ടിലേക്ക് വന്നതും അച്ഛൻ പറയുന്നുണ്ട്, ഇന്നിവിടെ ഡുവാൻ വന്നിരുന്നു, ഡുവാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല, അവൾ നിന്റെ എത്ര വയസ്സിന് മൂത്തതാണ്, പിന്നെയാണെങ്കിൽ അവളുടെ ഫാമിലി അത്രയ്ക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ലല്ലോ എന്നല്ല എല്ലാ കാര്യങ്ങളും സംശിയുടെ അച്ഛൻ സംശിയോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സംശി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതൊന്നും അച്ഛൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, കാരണം ഡുവാൻ അല്ലല്ലോ അവരെ കൊന്നത്, ഡുവാൻ്റെ അച്ഛനല്ലേ, അതും അറിയാതെയല്ലേ സംഭവിച്ചത്, അതിനെന്താ ഇത്രയ്ക്ക് പ്രശ്നം എന്നെല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സംശി പറയുന്നുണ്ട്, അവൻ്റെ ഒരു പ്രശ്നത്തിലേക്കും അവൻ എന്നെ ഉൾക്കൊള്ളിക്കാറില്ല, അച്ഛൻ അതിലൊന്നും പേടിക്കണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സംശി നേരെ അവളുടെ റൂമിലേക്ക് വന്ന്
ഡുവാനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ സംശിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം സംശിയുടെ അച്ഛൻ ഡുവാനോട് അത്ര മോശമായിട്ടല്ലേ പെരുമാറിയത്. അത് കാരണം തന്നെ സംശി നേരെ ഡുവാനോട് സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. ഡുവാൻ പറയുന്നുണ്ട്, നീ എന്തിനാ എന്നോട് സോറി ചോദിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ അച്ഛൻ പറഞ്ഞതെല്ലാം കറക്റ്റ് അല്ലേ? പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും വിട്ടു പോകില്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ നിന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനുള്ള വഴിയെല്ലാം നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് ഡുവാൻ വേഗം കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഡുവാൻ പറയുന്നുണ്ട്, ഞാൻ നാളെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. എനിക്ക് അവിടെ ഒരു അത്യാവശ്യമായ കാര്യമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സംശി ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം? അതിനൊന്നും തിരിച്ചു മറുപടി നൽകുന്നില്ല ഡുവാൻ. സംശിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്, ഇപ്പോൾ അവളെ ഡുവാൻ ബ്രേക്കപ്പ് ചെയ്യോ എന്ന കാര്യത്തിൽ. അങ്ങനെ പിറ്റേന്ന് സംശി നേരെ ലഗേജ് എല്ലാം ഏറ്റു വരുന്ന കാണുന്ന അമ്മ പറയുന്നുണ്ട്, ഇന്നലെ അച്ഛൻ ഡുവാനെ പറഞ്ഞത് കാരണമാണോ നീ ഇവിടെ നിന്ന് പിണങ്ങി പോകുന്നത്? അത് കേൾക്കുന്ന സംശി പറയുന്നുണ്ട്, ഞാൻ പിണങ്ങി പോവുകയൊന്നുമല്ല. ഞാൻ അവിടെ ഡുവാൻ നിൽക്കുന്നത് കാരണം എനിക്ക് ഡുവാനോടൊരു കാര്യമെല്ലാം പറയാനുണ്ട്. അങ്ങനെ സംസാരിക്കാനുള്ളത് കാരണമാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് സംശി. അങ്ങനെ സംശി ഇഹിയിലെത്തിയതിനു ശേഷം പിക്ക് ചെയ്യാനായി ഡുവാനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഡുവാൻ വന്നതും സംശി ഒരുപാട് വിഷമിച്ചായിരുന്നു ഇരിക്കുന്നത്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ച് ഡുവാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ സംശി പറയുന്നുണ്ട്, അന്നും ഞാൻ ഇഹിയിലേക്ക് വന്നില്ലായിരുന്നു എൻ്റെ ഓൺലൈൻ ബോയ് ഫ്രണ്ടിനെ കാണാൻ. അത് ഓൺലൈൻ ബോയ് ഫ്രണ്ട് ഒന്നല്ലായിരുന്നു. എനിക്ക് അന്നും ഒരു ബോയ് ഫ്രണ്ട് ഒന്നുമില്ലായിരുന്നു. അന്ന് ഞാൻ നിന്നെ കാണാനായിട്ട് വന്നിരുന്നു. എനിക്ക് നിന്നെ ആദ്യമേ ഇഷ്ടമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സംശി തുറന്നു പറയുന്നത് കേട്ട് ഡുവാൻ ഒരുപാട് നെട്ടുന്നുണ്ട്. സംശി അന്നുണ്ടാക്കിയ ആ സ്റ്റാർ ഡുവാന് കൊടുക്കുന്നുണ്ട്. ഡുവാൻ അത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഡുവാനെ ഇഷ്ടമാണ് എന്ന് ചെറുപ്പത്തിലെ സംശി എഴുതിയതെല്ലാം കാണുന്ന ഡുവാൻ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ഡുവാനും സംശിയും ഇതെല്ലാം വായിച്ചു നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 23 എപ്പിസോഡ് ഇവിടെ കഴിയുന്നത്.